നിങ്ങൾക്കും കാൽസിനിക്സ് പഠിക്കണമെന്നുണ്ടോ? ബട്ട് എവിടെ തുടങ്ങണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരാം. കാൽസിനിക്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് പുഷിങ് സ്ട്രെങ്തും അതേപോലെ തന്നെ നല്ലൊരു പുള്ളിങ് സ്ട്രെങ്തുമാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് വേണ്ട പുള്ളിങ് സ്ട്രെങ്ത് ആണ്. പുള്ളിങ് സ്ട്രെങ്ത് കൂടാൻ വേണ്ടി ഒരേ ഒരു വർക്കൗട്ടേ ഉള്ളൂ, ഇറ്റ്സ് പുള്ളപ്പ്. മിക്കവരും പുള്ളപ്പ് ചെയ്യുന്നത് തെറ്റായിട്ടാണ്. മിക്ക ജിമ്മിലും പോയി കഴിഞ്ഞാൽ അറിയാം, മിക്കവരും പുള്ളി ചെയ്യുന്നത് ഇതേപോലെ കൈ ഇതേപോലെ വൈഡ് വെച്ച് കാല് ഇതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ പുള്ളി ചെയ്യുന്നത്. നമുക്ക് കാൽസിനിക്സിൽ ഈ പുള്ളിങ് കൊണ്ട് ഒരു യൂസും ഇല്ല. എപ്പോഴും ഒരു ന്യൂട്രൽ ഗ്രിപ്പ് ഇട്ടിട്ട് എപ്പോഴും കാല് സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആക്കി നമ്മുടെ ടോ പോയിൻ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ വേണം പുള്ളി ചെയ്യാൻ. നമ്മുടെ ആപ്സ് എല്ലാം എൻഗേജ് ചെയ്ത് വെച്ചിട്ട് വേണം പുള്ളി ചെയ്യാൻ. അല്ലാതെ നേരത്തെ ചെയ്ത പോലെ പുള്ളപ്പ് ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് വലിയ യൂസൊന്നുമില്ല, ജസ്റ്റ് പുള്ളപ്പ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി കൊള്ളാം. കാൽസിനിക്സിൽ വരുമ്പം ഇതായിരിക്കണം പുള്ളപ്പ്. ഇപ്പോൾ ഈ പുള്ളപ്പ് നിങ്ങൾക്ക് കുറച്ച് ഈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ വേരിയേഷൻസ് മാറ്റാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റഡ് പുള്ളപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ബാറിന് മേളിൽ പോകുന്ന പോലെയുള്ള എക്സ്പ്ലോസീവ് പുള്ളപ്സ് ചെയ്യാം. സോ നിങ്ങൾക്ക് നോർമൽ പുള്ളപ്സ് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഓസ്ട്രേലിയൻ പുള്ളപ്സ് ട്രൈ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ബാറിൽ ഏതെങ്കിലും ചെറിയ ബാറോ അല്ലെങ്കിൽ ജിമ്മിലാണെന്നുണ്ടെങ്കിൽ സ്മിത്ത് ആയാലും മതി, സ്മിത്തിൽ ഇതേപോലെ കിടന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ പുള്ള് ചെയ്യാം. ഇത് കുറച്ചുകൂടി ഈസിയാണ്. സോ നിങ്ങൾക്ക് മറ്റേ പുള്ളപ്പ് പാടാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് പുൾസ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പുഷിങ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്കൗട്ടാണ് ഡിപ്സ്. നിങ്ങൾക്ക് ഡിപ്സ് ബാർ ഉണ്ടെങ്കിൽ അതിൽ ഡിപ്സ് അടിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ബാർ ഡിപ്സ് ആണെങ്കിലും അടിക്കാം. സോ ഡിപ്സ് ചെയ്യുമ്പോൾ ഒരിക്കലും കൈ ഇങ്ങനെ പോവുക അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുകയല്ല ഡിപ്സ് ചെയ്യുന്നത്. ഡിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് റേഞ്ച് ഓഫ് മോഷനിൽ താന്ന് പുഷ് ചെയ്യുന്നതിനെയാണ് ഡിപ്സ് എന്ന് പറയുന്നത്. ഡിപ്സും പുള്ളപ്സുമാണ് കാൽസിനിക്സിൽ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് പഠിച്ചിരിക്കേണ്ട വർക്കൗട്ട്സ്. ഇതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ. ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ബോഡി വെയ്റ്റ് വെച്ച് ഡിപ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റഡ് ഡിപ്സ് നോക്കാം. സോ നിങ്ങളുടെ കാൽസിനിക്സിലെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പുഷിങ് സ്ട്രെങ്ത് വേണം. അപ്പോൾ നിങ്ങളുടെ വർക്കൗട്ടിൽ ഒരിക്കലും ഡിപ്സ് മിസ്സാക്കരുത്. ഡിപ്സ് എന്തായാലും മസ്റ്റായിട്ടും ചെയ്യണം. അടുത്ത എക്സസൈസാണ് പുഷപ്പ്. പുഷപ്പ് നിങ്ങൾക്ക് ഈസി ആണെന്നുണ്ടെങ്കിൽ അടുത്ത എക്സസൈസാണ് പൈക്ക് പുഷപ്പ്. പൈക്ക് പുഷപ്പ് ചെയ്യാൻ വേണ്ടി നോർമൽ പുഷപ്പ് പൊസിഷനിൽ നിന്നിട്ട് ഒന്നെങ്കിൽ കൈ ഇതേപോലെ ബാക്കിലോട്ട് കയറ്റാം, അല്ലെങ്കിൽ കാല് അതേപോലെ ഫ്രണ്ടിലോട്ട് കയറ്റാം. ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യണം. ഇതാണ് പൈക്ക് പുഷപ്പ്. പൈക്ക് പുഷപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഷോൾഡറിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുകയും നിങ്ങൾക്ക് ഹാൻഡ് സ്റ്റാൻഡൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയർ ആവുകയും ചെയ്യും. പൈക്ക് പുഷപ്പ് ഒരിക്കലും നിങ്ങളുടെ വർക്കൗട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ബേസിക് വർക്കൗട്ടാണ്. നമ്മുടെ കാൽസിനിക്സ് ട്രെയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവർ, സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ബേസിക് 2-3 വർക്കൗട്ട്സ് ആണ് പറഞ്ഞു തന്നത്. ഇതാണ് നിങ്ങളുടെ ബേസ്. ഇതിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്കിനി ഓരോരോ സ്കിൽസ് കിട്ടിയാലും നിങ്ങൾ ഈ ബേസ് ഒരിക്കലും കളയരുത്. ഈ കാൽസിനിക്സിനെ പറ്റി കൂടുതൽ അറിയണം, പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തോ. ഞാൻ ഇനിയും മാക്സിമം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം.